ഇതൊരു കൊലപാതകത്തിന്റെ ലൈവ് സ്ട്രീമാണ്. ഒരാളുടെ ശരീരം കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അയാൾക്ക് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. അയാൾക്ക് ചുറ്റും കുറെ ഹീറ്റ് ലാമ്പുകൾ തെളിയിച്ചിട്ടുണ്ട്. ലൈവ് സ്ട്രീമിൽ ആളുകൾ കൂടുന്നതനുസരിച്ച് അതിന്റെ ചൂടും കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് കൂടിക്കൂടി 144 ഡിഗ്രി വരെ എത്തിയിരിക്കുന്നു. അയാളുടെ വായിൽ തിരികിയിരുന്ന തുണി കത്തിപ്പോയിരിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അയാൾ കുറെ നമ്പറുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന പോലീസുകാർ ആ നമ്പറുകൾ 8808 ആണെന്ന് മനസ്സിലാക്കുന്നു. എത്രയും പെട്ടെന്ന് അവർ ആ നമ്പറുള്ള വീട്ടിലെത്തുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അതിൽ കൊലപാതകത്തിന്റെ ലൈവ് ന്യൂസ് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം കൊലപാതകയ്ക്ക് അറിയാമായിരുന്നു പോലീസുകാർ അന്വേഷിച്ച് ഇവിടെ എത്തുമെന്ന്. റെസ്ക്യൂ ഓപ്പറേഷൻ പരാജയപ്പെട്ടു. അയാൾ വളരെയധികം വേദന സഹിച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഇതേസമയം കൊലപാതകി അവിടെ കൂടുനിന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അയാൾ പോലീസുകാരെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. പോലീസ് മരിച്ചയാളുടെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കുന്നു. അയാൾ ഒരു റിപ്പോർട്ടറായിരുന്നു. അയാളെ കൊലപാതകി എന്തിനു കൊന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പോലീസ് ഓഫീസർ ആനിയുടെ വീട് കൊലപാതകി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം ആനിയുടെ മകൾ അവരുടെ കമ്പ്യൂട്ടറിൽ അവരുടെ വീടിന്റെ മുൻവശം ലൈവ് സ്ട്രീം ചെയ്യുന്നത് കാണുന്നു. അവൾ പുറത്തിറങ്ങി നോക്കുന്നു. ആനി ഇത് കാണുന്നു. അവൾ ഉടനെ തന്റെ ഗണ്ണുമെടുത്ത് പുറത്തേക്ക് പോകുന്നു. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിരുന്ന കാറിന്റെ അടുത്തേക്ക് ആനി ചെല്ലുന്നു. അവർ ഒരു ക്യാമറ തന്റെ വീടിന് നേരെ വെച്ചിരിക്കുന്നത് കാണുന്നു. അവർ അത് തട്ടിത്തെറിപ്പിക്കുന്നു. ലൈവ് സ്ട്രീം നിലയ്ക്കുന്നു. പോലീസുകാർ എത്തി കാർ പരിശോധിക്കുന്നു. ഡിക്കിയിൽ മരിച്ച റിപ്പോർട്ടറുടെ ശവശരീരം ഉണ്ടായിരുന്നു.